പ്രശാന്തേട്ട, ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയോട് പറയുകയാണ്, ഇറാൻ ഉടൻ, അദ്ദേഹം 3 മിനിറ്റ് നീളുന്ന വീഡിയോ സന്ദേശത്തിലൂടെയാണ് പറയുന്നത്. അതായത് ഇറാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് നസറുള്ളയെ വധിച്ചു, അതിനുശേഷം ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇറാൻ പറയുന്നു. അപ്പോഴാണ് നെതന്യാഹു ഇറാൻ ജനത്തിനോട് പറയുകയാണ്, നമ്മൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇറാൻ ജനതയ്ക്കൊപ്പമാണ് ഇസ്രായേൽ. പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഈ ഇറാനിലെ ഭരണകൂടമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇറാൻ ഉടൻ സ്വതന്ത്രമാവും, ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് നെതന്യാഹു പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഭാവിയെക്കുറിച്ചുള്ള ഇറാൻ ഭരണകൂടത്തെ വിമർശിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഇസ്രായേൽ വകവരുത്തിയുടെ കണക്ക് പറഞ്ഞും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചു, അടുത്ത് തന്നെ നിങ്ങൾ മോചിതരാകുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഓരോ ദിവസവും ഭരണകൂടം നിങ്ങളെ കാൽക്കീഴിൽ നിർത്തി. ലബനാനെക്കുറിച്ചും ഗസയെക്കുറിച്ചുമെല്ലാം തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും ഈ ഭരണകൂടം നമ്മുടെ മേഖലയെ കൂടുതൽ ഇരുട്ടിലേക്കും വലിയ യുദ്ധത്തിലേക്കും തള്ളിയിടുകയാണ്. ഓരോ ദിവസവും ഇവരുടെ പാവങ്ങൾ ഇല്ലാതാകുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നു, മുഹമ്മദ് ദൈഫിനോട് ചോദിച്ചു നോക്കൂ, നസറുള്ളയോട് ചോദിച്ചു നോക്കൂ, പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് പ്രാപ്യമല്ലാത്ത ഒരു സ്ഥലവുമില്ല, എവിടെയും ഞങ്ങൾ കയറും എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ ഞങ്ങൾ പോകാത്ത ഒരിടവുമില്ല. ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. ആ പ്രസംഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുമുണ്ട്. ആ ബാക്കി ഭാഗത്തിലൊക്കെ പറയുന്നത്, ഈ നിങ്ങളുടെ ഭരണകൂടം യഥാർത്ഥത്തിൽ നിങ്ങളെ കബളിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തരേണ്ട, നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾക്ക് നല്ല റോഡ് ഉണ്ടാക്കേണ്ടത്, നിങ്ങൾക്ക് നല്ല പാർപ്പിട സമുച്ചയം, നല്ല ശുദ്ധമായ ജലം, ഇങ്ങനെ എന്തൊക്കെ സൗകര്യങ്ങൾ, നിങ്ങൾക്ക് വികസന സൗകര്യങ്ങൾ ആവശ്യമുണ്ടോ അതിനൊന്നും പണം ഉപയോഗിക്കാതെ അനാവശ്യമായി യുദ്ധം ചെയ്യാൻ വേണ്ടി കോടികൾ ഇവർക്ക് തന്നെ അറിയാം, ഇവർ വെറുതെ യുദ്ധം ചെയ്യുകയാണ്, ഇവർ കോടികൾ പാഴാക്കുകയാണ്. ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസംഗമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ആ ഒരു ഇൻട്രോ അത്രയും നീട്ടിക്കൊണ്ടുപോയത്. എന്താണ് പ്രശാന്തേട്ടന് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം? ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്. അതെ, ഇന്ത്യയിലെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളെ അറിയാമല്ലോ. അതെ, അവരുടെ ഒരു അവസ്ഥയായി ഇപ്പൊ ഇറാനിലെ ജനങ്ങളുടെ അവസ്ഥയെന്ന് മനസ്സുകൊണ്ട് എനിക്ക് തോന്നുന്നു അവര് നെതന്യാഹുവിനൊപ്പമാണ്. കാരണം ആ രാജ്യത്തെ സ്വാതന്ത്ര്യവും ആ രാജ്യത്തെ കാര്യങ്ങളും വികസനവും ആ രാജ്യത്തിൻ്റെ യുദ്ധത്തെ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിലും ആ രാജ്യത്ത് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു സുഖവും സന്തോഷവും, അല്ലെ അടിമത്തമില്ലല്ലോ, സ്വാതന്ത്ര്യമുണ്ടല്ലോ, യുദ്ധഭീതിയല്ലേ ഉള്ളില്ല. പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ ആ ജനങ്ങൾ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യവും ഇന്ത്യയിലെ സമ്പൽ സമൃദ്ധമായുള്ള രീതികളൊക്കെ അവർക്കറിയാം. അടിമത്തം ഇല്ല, അല്ലെങ്കിൽ പട്ടിണിയില്ല. അപ്പം ഈ ആഭ്യന്തര കലാപം ഇറാനിൽ വളരെ കാലം കൊണ്ടേ ഉണ്ട്, അത് അടിച്ചൊതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ആ ആഭ്യന്തര കലാപവും അവിടുത്തെ ജനങ്ങൾക്ക് ആ ഭരണകൂടത്തോടുള്ള അല്ലെങ്കിൽ വിഷയങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നെതന്യാഹു സംസാരിക്കുന്നത്. നെതന്യാഹു പറയുന്നത്, ഞങ്ങൾ യുദ്ധത്തിന് ആരെയും വലിച്ചിട്ടിട്ടില്ല, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ പുരോഗതിക്കും ഒക്കെ ചെലവഴിക്കേണ്ട പണം ഈ യുദ്ധത്തിന് വേണ്ടി വിവിധ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കും അല്ലെങ്കിൽ ആയുധങ്ങൾ മേടിച്ചും ഒക്കെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ രാജ്യം ഇത്തരത്തിൽ ഒരു മതരാജ്യമായതുകൊണ്ടും ഇതേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടും ഇത്തരത്തിൽ ഭീകരവാദികളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ രാജ്യം പുരോഗതി പ്രാപിക്കാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിയ ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നതെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പം നെതന്യാഹു ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ജോണി പറഞ്ഞ പോലെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ കൂടെ അല്ല. അതായത് ഏതൊരു ഘട്ടത്തിലും പണ്ട് ഒരു കലാപത്തിൽ കൂടി വന്ന ഒരു ഭരണകൂടമാണ് 78-ന് ശേഷം. അതിനുശേഷം അവിടുത്തെ ജനങ്ങൾ അടിമകളെ പോലെയാണ് ജീവിക്കുന്നത്. 78-ന് ശേഷം ഏതാണ്ട് 40-50 കൊല്ലം അല്ലേ, ഏകദേശം അത്രയൊക്കെ ആയി കാണും. അത്രയും കൊല്ലം കൊണ്ട് ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ച് അവിടെ സ്വാതന്ത്ര്യമോ വേണ്ട വിദ്യാഭ്യാസമോ വേണ്ട സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ അമേരിക്ക ഉൾപ്പെടെ സമ്പന്ന രാജ്യങ്ങളുടെ ആ രാജ്യത്തെ നിരോധിച്ചിരിക്കുകയാണല്ലോ പല കാര്യങ്ങൾക്കകത്തും, അല്ലെങ്കിൽ ഇങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ട് ഒരു ദരിദ്ര രാജ്യമായിട്ട്, അല്ലെങ്കിൽ എന്നും ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സ്വാധീനത്തിൽ
അവരുടെയൊക്കെ അവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന അവരുടെ അധീനതയിലുള്ള ഭരണകൂടം ഉണ്ടെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അവരുടെ അധീനതയിലുള്ള ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു ജനത ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായിട്ട് ഇറാൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ജനങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിച്ചിട്ട് തരാം എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നെതന്യാഹു പറയുന്നത്. ഇനിയും ഇറാൻ ഈ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട്, ഇപ്പോൾ ഇറാനാണ് ശരിക്കും ആക്രമിക്കുക എന്നുള്ള കാര്യം അറിയാം. ഇറാനാണ് ഹിസ്ബുള്ളയെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇറാനാണ് ഹൂതികളുടെ പ്രൊമോട്ടർ. മനസ്സിലാവുന്നുണ്ടോ? ഹമാസിനെ അടിച്ചുകൊണ്ടിരുന്ന സമയത്തും ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചതിൻ്റെ പ്രേരണ ശക്തി ഇറാൻ തന്നെയാണ്. ഇത് വളരെ കൃത്യമായിട്ട് വളരെ നല്ലതുപോലെ ഇസ്രായേലിന് അറിയാം. ഇസ്രായേലിന് അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഇസ്രായേൽ ലോക രാജ്യങ്ങളുടെ അകത്ത് രാജ്യ നിയമങ്ങൾ ഒരു പരിധിവരെ പാലിക്കുകയും പരസ്പരം ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ ഉണ്ടാവണമല്ലോ. ആ രാജ്യം ഡയറക്റ്റ് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. ഇപ്പോൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ വെച്ചാണ്, അല്ലെങ്കിൽ ഈ ഹമാസിനെയും അല്ലെങ്കിൽ ഹിസ്ബുള്ളയൊക്കെ വെച്ചാണ് യുദ്ധം ചെയ്തത്. ഈ ഡയറക്റ്റ് യുദ്ധപ്രഖ്യാപനം നടത്തി ഒരു മിസൈലെങ്കിലും ഇസ്രായേലിൻ്റെ നേരെ വിടുന്ന ദിവസം നോക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാനിലോട്ട് കയറാൻ അതിന് വേണ്ട സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ യുദ്ധത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നെതന്യാഹു ഇറാനിലെ ജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അതായത് ആ യുദ്ധം, അങ്ങനെ ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അത് നിങ്ങളുടെ രാജ്യം ഉരുത്തിരിക്കുന്ന യുദ്ധമാണ്, അതിന് ഞങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങൾ എന്നാണ് ആ ഒരു 3 മിനിറ്റ് വരുന്ന വീഡിയോയുടെ അർത്ഥം. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ശരി. ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഇറാൻ്റെ സ്വേച്ഛാധിപതികൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു ആലോചനയുമില്ല. എന്നാൽ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇറാൻ അന്തിമമായി സ്വതന്ത്രമാകുമ്പോൾ കാര്യങ്ങളെല്ലാം മാറും. ആളുകൾ ചിന്തിക്കുന്നതിന് മുമ്പേ വളരെ പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഭരണകൂടം 5 ഭൂഖണ്ഡങ്ങളിലായി സ്ഥാപിച്ച ഭീകര ശൃംഖലകൾ പാപ്പരായി തകർന്നടിയുന്ന ഒരു ദിവസം വരും എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ ഭരണകൂടം 5 ഭൂഖണ്ഡങ്ങളിലായി സ്ഥാപിച്ച ഭീകര ശൃംഖലകൾ പാപ്പരായി തകർന്നടിയുന്ന ദിവസം വരും. മുൻപെങ്ങുമില്ലാത്ത വിധം ഇറാൻ അഭിവൃദ്ധിയിലാവും. വിദേശ നിക്ഷേപവും വിപുലമായ ടൂറിസവും വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി. അദ്ദേഹം പറയുന്ന 2 ജനത, അതായത് ഇസ്രായേൽ ജനതയും ജൂതന്മാരും പേർഷ്യൻ ജനതയും അവസാനം സമാധാനത്തോടെ കഴിയുന്ന നാൾ വരും. നമ്മുടെ 2 പുരാതന ജനതയെന്ന് പറഞ്ഞ് ജൂതന്മാരെയും പേർഷ്യക്കാരെയും പറയുന്നുണ്ട്. സമാധാനത്തോടെ കഴിയും. അതായത് ഇദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഞങ്ങൾ ഇറാൻ പിടിക്കും, നമ്മുടെ കീഴിൽ നിങ്ങൾ വരാൻ പോകുക, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സന്തോഷത്തോടെ വളരെ കൃത്യമായിട്ട് ആ രീതിയിലേക്കാണ് അതിന്റെ റൂട്ട്. കാരണം നമുക്കിത് സാധാരണക്കാരന് പോലും ആ രീതി കണ്ടാൽ മനസ്സിലാവും. ഇറാനിലേക്ക് ആക്രമണം അല്ലെങ്കിൽ ഇറാനിലേക്ക് കയറാൻ ഒരു പഴുത് നോക്കിയിരിക്കുക ഇസ്രായേൽ. മനസ്സിലാവുന്നുണ്ടോ? അതിനെ ഇറാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഹുമേനി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒളിവിൽ പോയിരിക്കുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട കമാൻഡോസ് ഒളിവിൽ പോയിരിക്കുകയാണ്. അതായത് പട്ടാള മേധാവികൾ ഉൾപ്പെടെ ഒളിവിൽ പോയിരിക്കുകയാണ്. അത്രയ്ക്ക് ഭയന്ന് പറച്ചാണ് വിട്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവിടോട്ട് കയറിയാൽ അവിടുത്തെ യുദ്ധം യുദ്ധം നടക്കാൻ പോകുന്നത്? പ്രധാനപ്പെട്ട കമാൻഡോസ് അല്ല ഇയാളുടെ കൂടെ അവർ ഒളിവിൽ പോയിരിക്കുകയാണ്. കാരണം അവർക്ക് യാതൊരു രീതിയിലും വിശ്വാസമില്ല. കാരണം അവർക്കറിയാം എവിടെ ഇരുന്നാലും ഇവർക്ക് അറിയാൻ പറ്റും. അതേ രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങളാണ് ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്നത്. ഈ ഹുമേനിയിൽ ഒളിച്ചിരിക്കുന്ന ഒട്ടോപക്ഷി തല മണ്ണിനകത്ത് വെച്ചിരിക്കുന്ന പോലെ ഉള്ളൂ. അയാൾ എവിടെ ഇരിക്കുന്നതെന്ന് അവർക്കറിയാം. മനസ്സിലാക്കുന്നുണ്ടോ? പിന്നെ ഒരു രാജ്യത്തിന്റെ തലവനായതുകൊണ്ട് അതിനൊരു സമയം വരുമ്പോൾ കാച്ചു എന്നുള്ളത് അയാളെ കൈകാര്യം ചെയ്യും. കാരണം ഇതിനു മുമ്പ് ഇസ്രായേലിനെതിരെ പറഞ്ഞതിനാണ് ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് അവരുടെ പ്രസിഡന്റ് മരിച്ചത്. യാതൊരു തർക്കവും അത് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേലാണ് ചെയ്തതെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം, ഇറാനും അറിയാം. മനസ്സിലായി? ഇപ്പൊ ഖുമേനിയാണ് ഇതിന്റെ എല്ലാം പുറകെ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുമേനിയെ അവർ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം ഈ ജോണ് പറഞ്ഞതുപോലെ ഇതിനകത്ത് വലിയൊരു സന്ദേശമുണ്ട്. ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം IS, ഹമാസ്, ഹൂത്തികൾ 3 പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് 5 ഭൂഖണ്ഡങ്ങളിലായിട്ടുള്ള ഈ ഭീകര സംഘടനകൾ പാപ്പരാകുന്ന ദിവസം വരും. പാപ്പരാകും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇവർക്ക് ഏതൊക്കെ സോഴ്സ് ഉണ്ടോ അതെല്ലാം കട്ടിയും എന്ന് പറഞ്ഞാൽ ഇപ്പം സാമ്പത്തികം വന്നില്ലെങ്കിൽ പിന്നെ ഭീകരമൊന്നുമില്ല, നിലനിൽപ്പില്ല, സാമ്പത്തികം ഇല്ല, പിന്നെ അവർക്ക് ഈ സംവിധാനങ്ങളൊന്നുമില്ല. പാപ്പരാകും എന്ന് പറഞ്ഞാൽ അടിച്ച് നശിപ്പിക്കും. ഹമാസിനെ നശിപ്പിച്ചു, ഹിസ്ബുള്ളയെ നശിപ്പിക്കും, ഹൂത്തിയെ നശിപ്പിക്കാൻ ഈ പറയുന്ന പാടേ ഇല്ല. ഹൂത്തിയുടെ അവിടെ ശാലം ദൂരം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇവർക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ 5 മിനിറ്റ് കൊണ്ട് കയറി അടിക്കാം. ഒറ്റ ഈ വിമാനത്തിന്റെ ഒക്കെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഒറ്റ ഫില്ലിംഗ് കയറി അടിച്ചിട്ട് തിരിച്ചു വരാം. മറ്റേതിനകത്ത് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഒന്ന് ഈ ഇന്ധനം ഫില്ല് ചെയ്യേണ്ടി വരും ഈ ഫ്ലൈറ്റുകൾക്ക്. അതൊന്നും ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് പ്രശ്നമല്ല. പണ്ട് ഇസ്രായേൽ ഒരു വിമാനം നമ്മുടെ ഒരു വിമാനം റാഞ്ചി കൊണ്ടുപോയി തിരിച്ചു കയറ്റിക്കൊണ്ടുവരാൻ പോയ ഒരു കഥ അറിയാമല്ലോ. അന്ന് ഈ നിരോധിത
നമ്മുടെ പറക്കാൻ പറ്റാത്ത രാജ്യങ്ങളുടെ പുറത്തൂടെ, സൗദി അറേബ്യ ഉൾപ്പെടെ രാജ്യത്തിന്റെ പുറത്തൂടെ പറന്ന് അവിടെ വെച്ച് അവർ അവരുടെ ആ ഇത് ഇന്ധനം തീർന്നു പോകുന്നു. ആ പോയ ഫ്ലൈറ്റിന് അവിടെ വെച്ച് ഇന്ധനം കൊണ്ട് അവിടെ വെച്ച് നിറച്ചിട്ട് പോന്നിട്ടുള്ളവരാണ്. മനസ്സിലാകുമല്ലോ, കൊല്ലങ്ങൾക്ക് മുമ്പ് 50 കൊല്ലം മുമ്പ്. അതിനകത്ത് ഇപ്പം ഊതി അടിക്കാൻ ഇത്രയും സംവിധാനം ഉള്ളവർക്ക് എത്ര ഇന്ധനം വേണമെങ്കിലും അവർ വഴി വെച്ച് നിറക്കി അവർ കൈകാര്യം ചെയ്യും. അപ്പൊ അതൊന്നും അവർക്കൊരു വിഷയമല്ല. പറഞ്ഞു മനസ്സിലായി. അപ്പൊ അവർ ഉറപ്പിച്ചിരിക്കുന്നു ജോണെ, അവർക്ക് ആശങ്കയില്ല. ആ പറച്ചിനകത്തതാ കാണുന്നത്, ഞങ്ങൾ ഇറാൻ പിടിക്കും, ഞങ്ങൾ ലെബനൻ പിടിക്കും, ഞങ്ങൾ ഇവനെ എല്ലാം തീർക്കും. അത്രയ്ക്ക് ആർജവത്തോടു കൂടിയാണ് ഇസ്രായേൽ പറയുന്നത്. അത്രയ്ക്ക് ആർജവത്തോട് പറയാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പൊ അവരോട് ചുമ്മാതെ കയറി ചൊറിഞ്ഞിട്ട് ഇപ്പൊ അനുഭവിച്ചു. ഈ ഇപ്പം നെതന്യാഹു എന്ന് പറയുന്ന ഭരണാധികാരി ഇപ്പൊ അവർക്ക് കൊടുത്ത സന്ദേശത്തിൽ നിന്നും ഞങ്ങൾക്കെല്ലാം സാധിക്കും, അതിന്റെ ഉറപ്പും അതിന്റെ ദൃഢതയും എന്നതാണ് പറയുന്നത്. നമുക്ക് ഒരു നല്ല കാലം വരും പഴയതുപോലെ. നിങ്ങൾ പേർഷ്യക്കാരായിട്ടും ഞങ്ങൾ ജൂതന്മാരായിട്ടും പണ്ട് കഴിഞ്ഞിരുന്നത് പോലെ ഒരു സമാധാനത്തിന്റെ കാലം ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്ന പറഞ്ഞാൽ സാധിച്ചെടുക്കാൻ സാധിക്കും. കാരണം അത് സാധിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ വളരെ കാലേ കൂട്ടി ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. കാരണം ഇന്നാന്നല്ലേ പേജർ പൊട്ടിത്തെറിച്ച്. 5 കൊല്ലം മുമ്പ് ഈ പേജർ പൊട്ടിത്തെറിക്കാനുള്ള ബോംബ് അല്ലെങ്കിൽ പേജറിനകത്ത് ബാറ്ററിക്കകത്ത് ബോംബ് നിറച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്കും അല്ലെ എത്രയോ കാലയെ കൂട്ടി ഇവരുടെ ശത്രുക്കളായിട്ട് വരുന്ന ആൾക്കാരുടെ മൊത്തവും സംവിധാനങ്ങൾ മനസ്സിലാക്കി അതിനകത്ത് ഇവരുടെ മൊസാദ് ഉൾപ്പെടെയുള്ളവർ കയറി ഏത് സമയം വന്നാൽ ആ സമയം അടിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണെന്നാണ് നമ്മൾ കാണേണ്ടത്. യുദ്ധത്തിന് ശേഷമല്ല തയ്യാറെടുപ്പുകൾ, വളരെ കാലം കൂടി അവരുടെ ശത്രുക്കളുടെ ഇടയിൽ പ്രവേശിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് അവർ തുടങ്ങുമ്പോൾ തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങൾ കാലയെ കൂട്ടി തീരുമാനിച്ചിരിക്കുന്നതും കരുതിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ഒരു കരുതലിന് അല്പം കോട്ടം സംഭവിച്ചതാണ് ഈ 1 കൊല്ലം മുമ്പ് ഓഗസ്റ്റ് 7 സംഭവിച്ചത്. അയൺ ഡോം സംവിധാനം ഒക്ടോബർ 7 സംഭവിച്ച അയൺ ഡോം സംവിധാനം തകർത്ത് അവിടെ കയറുന്ന ഒരു അവസ്ഥ വന്ന് അതായത് അവരുടെ ആഭ്യന്തര ശകലം വിഷയങ്ങളുണ്ടായിരുന്നു. ഒരു ശകല അലസത, രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയം വളരെയേറെ, പ്രതിപക്ഷവും ഭരണപക്ഷവും ഭരണകൂടത്തിനകത്തുള്ളൊരു വിഷയം. അപ്പോൾ ഒരു അല്പം ശ്രദ്ധക്കുറവ് ആ രാജ്യത്തിന് സംഭവിച്ചു എന്നവർക്ക് ബോധ്യമായി. അതിനി ഒരിക്കലും ഉണ്ടാവാൻ അവർ അനുവദിക്കത്തില്ല. അവർ അതേ രീതിയിൽ കരുതിപ്പോവും. അവിടെ ശത്രുക്കളെ അവർ തീർത്തേ പോകത്തുള്ളൂ. ഇനിയും ഇത് പേറി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല.